കന്യാകുമാരി. കന്യാകുമാരിയിൽ ത്രിവേണി സംഗമത്തിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന മഹാത്മാഗാന്ധി മണ്ഡപം ഏതൊരു ഭാരതീയനിലും രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സ്മരണ ഉണർത്തുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ചുക്കാൻ പിടിച്ച മഹാത്മാഗാന്ധി ഇന്ത്യൻ ജനതയ്ക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം മാത്രമല്ല, ലോക ജനതയ്ക്ക് നൽകിയ ഗാന്ധിസം എന്ന ജീവിത രീതി പല യൂണിവേഴ്സിറ്റികളിലും പഠന വിഷയമാണ്. ഒട്ടും അക്രമാസക്തമാകാതെ സഹന സമരത്തിലൂടെ ജീവിത വിജയം എന്ന വഴി വെട്ടിത്തെളിച്ചു തന്ന ആ മഹാനായ വ്യക്തിക്ക് 1 കോടി പ്രണാമം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തായ 3 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ഉലമ്പായ കന്യാകുമാരി ടൂറിസം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയിൽ ഒന്നാണ്. സാഗരത്രയങ്ങളായ ബംഗാൾ ഉൾക്കടൽ കിഴക്കും, ഇന്ത്യൻ മഹാസമുദ്രം തെക്കും, പടിഞ്ഞാറ് അറബിക്കടലും കൂടിച്ചേരുന്ന സ്ഥാനത്താണ് കന്യാകുമാരി. കന്യാകുമാരി ദേവി ക്ഷേത്രം അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് കന്യാകുമാരി എന്ന പേര് ലഭിക്കാൻ കാരണം. പ്രകൃതി രമണീയതയും ചരിത്ര പ്രാധാന്യവും വിനോദസഞ്ചാര പ്രാധാന്യവും കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലമാണ് കന്യാകുമാരി. ബംഗാൾ ഉൾക്കടലിൽ കിഴക്ക് തെക്ക് ഭാഗത്തായി ഏതാണ്ട് 100 മീറ്റർ അകലെ 2 കൂറ്റൻ പാറക്കെട്ടുകൾ കാണാം. സ്വാമി വിവേകാനന്ദൻ കന്യാകുമാരിയിൽ ഉണ്ടായിരുന്ന നാളുകളിൽ വിദേശയാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപ് ഈ പാറപ്പുറത്തേക്ക് നീന്തിയെത്തി ധ്യാനത്തിലിരിക്കുമായിരുന്നു. അതിന്റെ സ്മാരകമെന്നോണമാണ് വിവേകാനന്ദ സ്മാരക മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് സമീപമുള്ള 2ാമത്തെ പാറപ്പുറത്ത് 134 അടി ഉയരമുള്ള തിരുവള്ളുവർ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു. മഹാജ്ഞാനിയായ ഇദ്ദേഹം തിരുക്കുറലിന്റെ കർത്താവാണ്. ഈ സ്മാരകങ്ങളിലെത്താൻ തമിഴ്നാട് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ബോട്ട് സർവീസ് ഉണ്ട്. കന്യാകുമാരിയിലെത്തുന്ന വിനോദസഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് സൂര്യോദയവും സൂര്യാസ്തമയവുമാണ്. കന്യാകുമാരി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഇടവ മാസത്തിലെ വിശാഖവും വൃശ്ചികത്തിലെ കാർത്തികയുമാണ്. കന്യാകുമാരി ഇന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു നിന്നും 70 കിലോമീറ്റർ ദൂരത്തിൽ കരയായിരുന്നു. BC 2000 ആണ്ടിനും 1000 ആണ്ടിനും മധ്യേ പ്രകൃതിക്ഷോഭത്താൽ കടലാക്രമണം ഉണ്ടാകുകയും ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറുകയും ചെയ്തു എന്ന് കരുതപ്പെടുന്നു. കന്യാകുമാരി ക്ഷേത്രത്തിനടുത്തായി രാജരാജ ചോളൻ നിർമ്മിച്ച ഗുഹാനന്ദേശ്വര ക്ഷേത്രമുണ്ട്. കൂടാതെ ശ്രീശങ്കര സ്മാരകവും വടക്കായി റോമൻ കത്തോലിക്ക പള്ളിയും കടൽ തീരത്ത് തിരുപ്പതി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. കന്യാകുമാരി ക്ഷേത്രത്തിൽ നിന്നും കടൽ തീരത്തുകൂടി വടക്കോട്ട് നടന്നാൽ കുമരിമുട്ടത്തെത്തും. വീണ്ടും മുന്നോട്ട് പോയാൽ വായൂർ ഉപ്പളമായി. ഇതിന് സമീപമാണ് ലീപുരമെന്നും ശ്രീമൂലപുരമെന്നും പറയപ്പെടുന്ന പഴയകാല തുറമുഖം. സംഘകാല കൃതികളിൽ ഈ തുറമുഖത്തെ പറ്റി വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. നിരന്തരമായ കടലാക്രമണം ഈ തുറമുഖത്തെ വളരെയധികം ബാധിച്ചു. ലീപുരം കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകമാണ് വട്ടക്കോട്ട. തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഈ കോട്ട നിർമ്മിച്ചത്. കന്യാകുമാരിയുടെ തീരപ്രദേശങ്ങൾ മത്സ്യബന്ധന കേന്ദ്രങ്ങളാണ്. കടലിൽ നിന്ന് ലഭിക്കുന്ന സമുദ്രോൽപ്പന്നങ്ങൾ കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ വിറ്റഴിച്ച് നിത്യവൃത്തി കഴിക്കുന്നവർ ഇവിടെ ധാരാളമുണ്ട്. ത്രിവേണി സംഗമത്തിൽ ഹിന്ദുമത വിശ്വാസികൾ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യുന്നത് പുണ്യദായകമെന്ന് കരുതപ്പെടുന്നു. കന്യാകുമാരി ദേവിയുടെ പുണ്യവും ഭാരതാംബയുടെ ഉറച്ച കാൽപാദങ്ങളും കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യഭൂമി ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു ഭൂഭാഗമാണ്.